ആ ആ ഇല്ല ഇല്ല ഇനി മലത്തി അടിക്കുന്നില്ല. ഞാൻ വിചാരിച്ചു അവനെയും കൂടെ ചേർത്തിട്ട് രണ്ടുപേരുടെയും കൂടെ കോമ്പിനേഷനിലൊരു സിനിമ ചെയ്യാം ഇനി എന്നുള്ള തീരുമാനത്തിലാണ്. ഞാൻ വിളിച്ചത് അതിനൊന്നും ആയിരുന്നില്ല. അതിനിടയിൽ ഈ സിനിമ ഹിറ്റായത് അവൻ വിചാരിച്ച് ഞാൻ അതിനു വേണ്ടി വിളിച്ചാന്ന് ചോദിച്ചു. ഞാൻ അപ്പോഴാണ് അറിഞ്ഞത് ഈ സിനിമ ഹിറ്റാണെന്നുള്ള കാര്യം. അപ്പം ഒരുപാട് സന്തോഷം. എന്നുവെച്ചാൽ ദീപു കുഞ്ഞിരാമായണത്തിൻ്റെ റൈറ്ററാണ്. അപ്പോൾ ദീപുയുടെ കയ്യിൽ കുറേ വർഷങ്ങളായിട്ട് കയ്യിൽ വെച്ചിരുന്ന ദീപുവിൻ്റെ ഒരു തുറുപ്പ് ചീട്ട് പോലെ വെച്ചിരുന്നൊരു സിനിമയാണ്. പിന്നെ വിപിൻ്റെ ആദ്യ സിനിമ മുദ്ദുകോ ചെയ്യുമ്പോഴാണ് ഞാൻ അപ്പുറത്ത് കപ്പ്യാർ ചെയ്യുന്നത്. ആക്ച്വലി എന്നെ ഗുരുവായൂരമ്പല നടയിൽ ഒരു ഏത് കഥാപാത്രമാണ് എനിക്കൊന്ന് യോഗി ബാബു ചെയ്ത പരിപാടിക്ക് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. ഏതൊരു പരിപാടിക്ക് വേണ്ടിയിട്ട് എന്നെ വിളിച്ചിരുന്നു. അപ്പം എനിക്കത് ചെയ്യാൻ പറ്റിയില്ല, അന്ന് അഭിനയിക്കാൻ പറ്റിയില്ല. ബേസിലെ സുഹൃത്തായിട്ട് അവസാനം വരുന്നത് അല്ലേ. അപ്പോൾ അന്ന് വിപിൻ വിളിച്ച സമയത്ത് അത് ചെയ്യാൻ പറ്റിയില്ല. എന്തായാലും സിനിമ നന്നായതില്ല. ബേസിൽ ഏതാ അങ്ങനെയല്ല. അന്ന് വിപിൻ്റെ സിനിമ ആയതുകൊണ്ടും പിന്നെ ഇവരൊക്കെ എല്ലാവരും ഉള്ളത് കൊണ്ടും എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അന്ന് വേറെ ഏതൊരു പടത്തിന് ക്ലാഷ് വന്നതുകൊണ്ട് അന്നത് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ബേസിലിനെ വിളിച്ചത് വേറൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാണ്. അപ്പോൾ അവൻ വിചാരിച്ചു ഞാൻ ഇതിനെ സക്സസ് കൺഗ്രാജുലേറ്റ് ചെയ്യാൻ വേണ്ടി വിളിച്ചതെന്ന് അവൻ തെറ്റിദ്ധരിച്ചു. അങ്ങനെ എന്തായാലും അപ്പോഴാണ് അറിയുന്നത്. ഇതിനോടൊപ്പം തന്നെ ഞാൻ അറിഞ്ഞു ഇങ്ങനെ സിനിമ ഹിറ്റാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ കൺഗ്രാജുലേഷൻസ് എന്ന് അറിയിച്ചു. അപ്പോൾ ഇനി ഒരു മത്സരം വേണ്ടല്ലോ. ഇനി ഇവൻ തിരിച്ചു വരുമ്പോഴേക്ക് ഞാനും അവനും തന്നെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഞങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഫ്രാഞ്ചൈസി പോലെ ഇത് നാടോടിക്കാറ്റ് പട്ടണം പ്രദേശം എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു 1, 2, 3 പാർട്ടൊക്കെ ആയിട്ട് ഇനി ഒരുമിച്ച് നിൽക്കുക എന്നുള്ള തീരുമാനം. സന്ധ്യയായി ആ ആ ഇല്ല ഞാൻ അങ്ങനെ പറഞ്ഞില്ല. അങ്ങനെ കിട്ടിയോ? പിന്നെ അങ്ങനെയൊന്നും കിട്ടിയില്ല. നമ്മൾ അതൊന്നും അല്ലല്ലോ. നമുക്ക് സിനിമ ഓടുക. ഇപ്പം ഫെസ്റ്റിവലിലായിരുന്നു അന്ന് വന്നത്. സിനിമ ഓടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സിനിമ ഓടുക, പ്രൊഡ്യൂസർ അന്ന് നമ്മൾ തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്തത്, നമുക്ക് കാശ് കിട്ടുക, അത് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് പർപ്പസ്. സിനിമ നന്നായാൽ അല്ലെങ്കിൽ ആ സമയം ഫെസ്റ്റിവൽ സമയം കൂടെയാണ്. അപ്പം നമുക്ക് കുറേ പടങ്ങൾ ക്ലാഷ് വന്ന സമയമാണ്. ഇട്ടിമാണി, ബ്രദേഴ്സ് ഡേ, ഫൈനൽസ്, അങ്ങനെ ഓണം സമയത്തും കൂടെയാണ്. അപ്പം അതിൽ എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഏറ്റവും കൂടുതൽ കളക്റ്റീവ് സിനിമയായി മാറി. എന്നാൽ പോലും ഭയങ്കരമായിട്ട് മിക്സഡ് വന്നിട്ടുണ്ട്. ഫെസ്റ്റിവലാകുമ്പോൾ നമുക്ക് മിക്സഡ് റെസ്പോൺസ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതാണ്. പിന്നെ അന്ന് ഫെസ്റ്റിവലിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ഉള്ള, അല്ലാണ്ട് എൻ്റർടൈൻമെൻറ്റ് പോർഷൻ അധികമുള്ള സിനിമകളോട് ആൾക്കാർ ഒരു തള്ളിക്കയറ്റം ഉണ്ടാവും. ആ തള്ളിക്കയറ്റം നമുക്ക് ആ സമയത്ത് കിട്ടി. പിന്നീട് സിനിമ OTT-യിലും ഇതിലൊക്കെ വന്ന സമയത്ത് വീണ്ടും മിക്സഡ്. തിയേറ്ററിൽ ഭയങ്കരമായി ഓടിയ സിനിമകളൊക്കെ OTT-യിൽ വരുന്ന സമയത്ത് പലപ്പോഴും വീണുപോയ സിനിമകളുണ്ട്, ഒരുപാട് സിനിമകൾ. കാരണം തിയേറ്ററിൽ നമ്മൾ ഭയങ്കരമായിട്ട് ആർത്തുല്ലസിച്ച് ചിരിച്ച് വന്ന സിനിമകൾ OTT-യിൽ വരുന്ന സമയത്ത് പോലും ചില സിനിമകൾ ഭയങ്കരമായിട്ട് ഡ്രോപ്പ് ആവും, ഭയങ്കര മിക്സഡ് വരുന്ന സിനിമകളുണ്ട്. ഇപ്പം അടുത്തിറങ്ങിയ പല സിനിമകൾ പോലും. അതേപോലെ തന്നെ തിയേറ്ററിൽ ഒരു ഏജ് ഗ്രൂപ്പിന് വർക്കായ സിനിമ പലപ്പോഴും നെക്സ്റ്റ് അല്ലെങ്കിൽ 30+, 35+-ന് മുകളിലുള്ളവർക്ക് അല്ലെങ്കിൽ ഫാമിലി ഇഷ്ടപ്പെടാത്ത പല സിനിമകളുണ്ട്. ലവ് ആക്ഷനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാം കൊണ്ടും മിക്സഡ് റെസ്പോൺസ് വന്നതാണ്. എന്നുവെച്ചാൽ കളക്ഷൻ വന്നിട്ടും എല്ലാവരും സിനിമ കണ്ടു, പക്ഷേ അപ്പോഴും ഒരു 60-40 അല്ലെങ്കിൽ ആ ലെവലിൽ മാത്രമാണ് നമുക്ക് അഭിപ്രായം ഉണ്ടായിരുന്നത്. കുറേ പേർക്ക് ഇഷ്ടമായി, കുറേ പേര് ചിരിച്ചു, കുറേ പേര് കൊള്ളൂല എന്ന് പറഞ്ഞു. അത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മൾ റിവ്യൂ സിസ്റ്റം പോലും ഇപ്പോഴത്തെ ഉണ്ടാകും. ചിലർക്ക് ഒക്കെ ഭയങ്കര പേഴ്സണൽ ആണല്ലോ. സിനിമ കാണുന്ന സമയത്ത് ആൾക്കാർക്ക് ചിലർക്കത് ഇഷ്ടമാകും, ചിലർക്കത് ഇഷ്ടമാവില്ല. ഇഷ്ടമുള്ള ആൾക്കാരുടെ അടുത്ത് പലതും പറയും. ഇപ്പം നമ്മളിപ്പം നമ്മളെ സിനിമകൾ പോലും വർഷാവക്കേഷൻ ചെയ്ത സമയത്ത് പോലും നമ്മുടെ കൂടെയുള്ള ആൾക്കാർക്ക് വരെ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട്, ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ട്, വർക്ക് ചെയ്ത ആൾക്കാർക്ക് തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട്. സിനിമയല്ലേ, സിനിമ ഓരോരാൾക്കാരുടെ കാഴ്ചപ്പാടും. അപ്പോൾ അത് രീതിയിൽ അന്ന് ലവ് ആക്ഷൻ മിക്സഡ് റെസ്പോൺസ് വന്ന ഒരു ബ്ലോക്ക് ബസ്റ്റർ. അല്ല, അതുകൊണ്ടല്ലോ കോപ്പിറൈറ്റ് അതിൻ്റെ ഒഫീഷ്യൽ തംബ്നെയിൽ പോസ്റ്റർ യൂസ് ചെയ്തുകൊണ്ടാണല്ലോ കോപ്പിറൈറ്റ്.
അല്ല, ഇത് ഞാൻ ഓൾറെഡി ഞാൻ കോക്കുമായിട്ട് ഞങ്ങൾ ഇന്റർവ്യൂവിന് ഇരുന്നിട്ടുണ്ടല്ലോ, സിലി മോങ്സിൻ വിഷ്ണുവിൻ്റെ കൂടെ. അതിന് ഞാനിത് അന്നും അശ്വന്തിനോട് സംസാരിച്ച കാര്യമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പേഴ്സണലി ആൾക്കാരെ ഇത് ചെയ്യുമ്പോൾ മാത്രമേ ഇതിനകത്തോട്ട് സിനിമയെക്കുറിച്ച് ആർക്കും അഭിപ്രായപ്പെടാം. അത് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്, അത് കംപ്ലീറ്റ്ലി. അല്ലാതെ പേഴ്സണലി അവരെ അറ്റാക്ക് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെ പുള്ളി ചെയ്യുന്നത് എപ്പോഴും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. ചില കേസുകളിൽ ചിലവരെ ഇൻസൾട്ട് ചെയ്യുന്ന പോലെ പുള്ളി ചെയ്യുന്ന സമയത്ത് ആൾക്കാർക്ക് അത് വിഷമാവും. അത് പുള്ളിക്കും അറിയാൻ തോന്നുന്നു. പുള്ളി അത് ചിലപ്പോൾ നമ്മൾ നദികളുടെ സമയത്തൊക്കെ ഞങ്ങൾ സംസാരിച്ചിട്ടുള്ളതാണ്. വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞപ്പോൾ എന്നെ ഫോണിൽ വിളിച്ച് അശ്വന്ത് പടം ഇഷ്ടപ്പെട്ട്, എൻ്റെ പെർഫോമൻസ് ഒക്കെ ഇഷ്ടപ്പെട്ട് എന്നെ ഭയങ്കരമായിട്ട് എന്നോട് നമ്പർ എടുത്ത് വിളിക്കുകയൊക്കെ ചെയ്തു. ഞങ്ങൾ ഒരുപാട് നേരം ഫോണിൽ സംസാരിച്ചു. അപ്പം പുള്ളി ജെനുവിൻ, എനിക്ക് തോന്നിയുള്ള പുള്ളി ജെനുവിൻ ഫിലിം ലവറാണ് എന്തൊക്കെ പറഞ്ഞാലും. പിന്നെ പുള്ളിക്ക് അതിൽ നിന്നൊരു, ഇപ്പോൾ യൂട്യൂബ്, ഇപ്പം നമ്മൾ ഈ നിൽക്കുന്ന എല്ലാ സ്ഥലത്തും ഇതിലൊക്കെ ഒരു റവന്യൂ ഉണ്ടാകുന്നുണ്ടല്ലോ. അപ്പോൾ ആ റവന്യൂ ജനറേറ്റ്, ഇപ്പോൾ സിനിമയെ നന്നാക്കുക, സിനിമയെ ഉദ്ധരിക്കുന്നതല്ലല്ലോ ഇവരുടെ മോട്ടീവ്. പർപ്പസ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും പുള്ളിയുടെ കുറേ ഫോളോവേഴ്സ് ഉണ്ട്. ആ ഫോളോവേഴ്സിനെ ഫോളോ ചെയ്യുന്ന കുറേ ആൾക്കാർ, നമ്മളാരും നിർബന്ധിച്ച് പുള്ളി ആരെയും എന്നെ ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. പുള്ളിയുടെ റിവ്യൂകൾ ഇഷ്ടപ്പെട്ട്, പുള്ളിയുടെ ഒരു സംസാര ശൈലിയൊക്കെ ആൾക്കാർ ഇഷ്ടപ്പെട്ട് ഇപ്പം ഞാൻ ഫോളോ ചെയ്യുന്നതാണ്. നമ്മൾ പലരും പുള്ളിയുടെ ഫോളോ ചെയ്യുന്നു. എന്തുകൊണ്ടാണ്? പുള്ളിയുടെ ഒരു സംസാരം അല്ലെങ്കിൽ ശൈലി നമുക്ക് എവിടെയൊക്കെയോ ഇഷ്ടമാണ്. പുള്ളി വളരെ ബ്ലണ്ടായിട്ട് ചില ആൾക്കാർ കാര്യങ്ങൾ പറയുമ്പോൾ ആൾക്കാർക്ക് അത് പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ അതേപോലെ സിനിമ ക്രിയേറ്റേഴ്സിന് പേഴ്സണലി അവരെ ഹരാസ് ചെയ്യുന്ന പോലെ എന്തെങ്കിലും തോന്നുന്നു, ഇൻസൾട്ട് ചെയ്യുന്ന പോലെ തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാകും. കാരണം ആരും നേരത്തെ പറഞ്ഞ പോലെ ആരും മോശം സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതല്ലല്ലോ. നന്നാവണം എന്ന് വെച്ചാൽ ജെനുവിൻലി ആഗ്രഹിച്ച് സിനിമ ചെയ്യുന്നു. പടം ചിലപ്പം മോശമായി പോകുന്ന സമയത്ത് അവരെ പേഴ്സണൽ അറ്റാക്ക് അല്ലെങ്കിൽ ഇങ്ങനൊരു സാധനം പറയുന്ന ആൾക്കാർക്ക് ഭയങ്കര ഇത്. ഞാൻ ഇൻ്റർവ്യൂവിൽ അശ്വന്തിനോട് തന്നെ കോക്കിനോട് തന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച വിഷയമാണ്. വെച്ചാൽ കൺസ്ട്രക്റ്റീവായിട്ടുള്ള ക്രിറ്റിസിസം ഉണ്ട്, അതോടൊപ്പം തന്നെ ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ക്രിറ്റിസിസം ഉണ്ട്. അപ്പോൾ ചില സമയത്ത് ആ ലൈന് ബ്രീച്ച് ആയി കഴിയുമ്പോൾ അത് ഭയങ്കര ഡിസ്ട്രക്റ്റീവ് ആവും. ഡിസ്ട്രക്റ്റീവ് ആയി കഴിഞ്ഞാൽ ആൾക്കാർ ഒഫൻഡഡ് ആവും. അപ്പോൾ ഒഫൻഡഡ് ആവുന്ന സമയത്ത് ഇതുപോലെയുള്ള, ഇപ്പോൾ കഴിഞ്ഞ ഇതൊക്കെ ഈ സിനിമകൾ വന്നപ്പോൾ കോക്കും പ്രൊഡ്യൂസേഴ്സൊക്കെ തമ്മിൽ ഭയങ്കരമായിട്ടുള്ള വിദ്വേഷമൊക്കെ ഉണ്ടാവാൻ കാരണം അത് ചില സമയത്ത് ഒരു ലൈൻ ക്രോസ് ചെയ്ത്, ഒരു തിൻ ലൈനാണല്ലോ, ആ ലൈൻ ക്രോസ് ചെയ്ത് പോയി കഴിയുമ്പോൾ ആൾക്കാർക്ക് അത് ഒഫൻസീവ് ആകുമ്പോൾ ആൾക്കാർ അതിന് റിയാക്ട് ചെയ്യും. തിരിച്ച് പുള്ളി റിയാക്ട് ചെയ്യും. അല്ല, ഇതൊക്കെ വിത്തിൻ സോഷ്യൽ മീഡിയ മാത്രമല്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇതിനകത്ത് മാത്രം നടക്കുന്നൊരു സംഭവമാണ്. അൾട്ടിമേറ്റ്ലി ഇതിനൊക്കെ മുകളിലാണ് സിനിമയുടെ പവറും സാധാരണക്കാരും. സിനിമ നല്ലതാണെങ്കിൽ ഈ പറഞ്ഞ യാതൊരുവിധ വിഷയമില്ല എന്നാണ്. കാരണം ഞാൻ അത് തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം അശ്വന്ത് നല്ലതെന്ന് പറഞ്ഞ സിനിമകൾ മോശമായിട്ട് ഓടിയ സിനിമകളുണ്ട്. അശ്വന്ത് മോശമെന്ന് പറഞ്ഞ സിനിമകൾ ഇവിടെ സൂപ്പർ ഹിറ്റ് ആയിട്ടുണ്ട്, ഇല്ലേ? അപ്പോൾ ചില ആൾക്കാർ പുള്ളിനെ ഫോളോ ചെയ്യുന്നു. ആ ഫോളോവേഴ്സ് ബ്ലൈൻഡായിട്ട് പുള്ളിനെ വിശ്വസിക്കുന്ന ആൾക്കാരൊന്നുമല്ല മലയാളികൾ. നമ്മൾ മലയാളികൾ അങ്ങനെ ആരെയും ബ്ലൈൻഡായിട്ട് വിശ്വസിച്ചിട്ട് കാണാതിരിക്കുന്നില്ല. പിന്നെ വേർഡ് ഓഫ് മൗത്ത് എന്നൊരു സാധനം എന്തായാലും ഉണ്ട്. കാരണം സിനിമ ഒരാളുടെ മാത്രം ഒരു അഭിപ്രായത്തിൻ്റെ പുറത്തൊന്നുമല്ല നമ്മൾ സിനിമ കാണാതിരിക്കുന്നത്. ഡെഫിനറ്റ്ലി പടം നല്ലതാണെങ്കിൽ ആ വേർഡ് ഓഫ് മൗത്തിൽ ഒരു റിവ്യൂ സിസ്റ്റം കൊണ്ടൊന്നും ഒരു സിനിമ വീണു പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് പുള്ളി ആരും ഭയക്കേണ്ട കാര്യമോ പേടിക്കേണ്ട കാര്യമോ, പുള്ളി ആരുടെയും ശത്രു ഒന്നും ആവുന്നില്ല. അതുകൊണ്ട് തന്നെ പുള്ളി സിനിമ നല്ലതായപ്പോൾ എന്നെ ഉൾപ്പെടെ പുള്ളി വിളിച്ചിട്ട് നല്ല രീതിയിൽ സംസാരിക്കുന്ന ആളാണ്. എനിക്ക് ഭയങ്കര ജെനുവിൻ ഫിലിം ലവറാണെന്നും തോന്നിയിട്ടുള്ള ആളാണ്. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ പേഴ്സണൽ ആവുന്ന സമയത്ത് ഇത് ലൈൻ ബ്രീച്ച് ചെയ്യുമ്പോൾ ചിലർക്ക് ഹേർട്ട് ആകുമ്പോഴുള്ള പ്രശ്നമാണ് ഇതൊക്കെ. അത്രയേ ഉള്ളൂ. ഭയങ്കര ഒരു റൊമാൻസ് പരിപാടികളില്ല. സ്നേഹമാണ് പേരായിട്ട് വരുന്നത്. ആ കഥയിൽ അങ്ങനെ ഒരു എടുത്തു പറയുന്നതൊക്കെ ഒരു റൊമാൻസ് പരിപാടികളില്ല. കഥ വേറെ തന്നെ. നമ്മൾ ഒരുമിച്ചാണ് കൂടുതൽ ഈ ഗാനമേള ട്രൂപ്പിനകത്ത് ഉള്ളൊരു ഭാഗമാണ്. അപ്പോൾ ഓൾറെഡി ഞങ്ങൾ പ്രണയത്തിലാണ് ഈ സിനിമയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഔട്ട് ആൻഡ് ഔട്ട് റൊമാൻസ് എന്നൊന്നും പറയാൻ പറ്റുന്നൊരു സംഭവമൊന്നുമില്ല. വേറൊരു പരിപാടിയാണ് എന്തായാലും. ധ്യാൻ ചേട്ടാ ഇപ്പം വർഷങ്ങൾക്ക് ശേഷം ഇറങ്ങിയപ്പോൾ ആ ഒരു ടൈമിൽ ധ്യാൻ ചേട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു. അതായത് ബേസിൽ ഇപ്പോൾ ഒരു ലോഡ്ജ് എടുത്ത് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഗുരുവായൂർ അമ്പലനട ഇറങ്ങിയപ്പം ഓഡിയൻസ് കമൻറ്റിൽ വന്ന് അതേ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ തിരിച്ചു പറഞ്ഞു, ധ്യാൻ ഇതൊന്നും കാണാൻ കഴിയാതെ ലോഡ്ജ് എടുത്ത് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അല്ല, ഇതൊക്കെ തമാശക്ക് നമ്മൾ പറയുന്നതല്ലേ, ഇതൊക്കെ വെറുതെ. അല്ല, ഇത് നമ്മൾ ബേസിനോട് ചോദിച്ചപ്പോൾ ബേസിനേട്ടൻ പറഞ്ഞു ധ്യാൻ ഇന്നലെ വിളിച്ചായിരുന്നു, പക്ഷെ അവൻ അത്ര ഇഷ്ടപ്പെട്ടില്ല. അത് അവൻ്റെ തമാശ. അല്ല, ഞാൻ പറയണത് ഞാനും അവനും തമ്മിലുള്ള ഒരു സൗഹൃദം അത്ര വർഷമായിട്ടുള്ളത്. അപ്പം നമ്മളെന്ത് പറഞ്ഞാലും അത് അവനങ്ങനെ മദ്യപിക്കുന്ന ആളൊന്നുമല്ല. അപ്പോൾ അവൻ മദ്യപിക്കുമെന്ന് തന്നെ എനിക്ക് കുറെ കാലമായല്ലോ. കഞ്ചാണല്ലോ. അപ്പോൾ അല്ല, അങ്ങനെയല്ല.
അത് ഇതൊന്നും ഉപയോഗിക്കാത്ത ആളാണ് ഈ രണ്ട് സാധനങ്ങളൊന്നും. അവനൊന്നും അങ്ങനത്തെ അവനെ കണ്ടാൽ തോന്നുമോ? അപ്പോൾ എനിക്ക് തോന്നുന്നു അവനൊരു ചെറിയൊരു ഡബ്ബയിൽ എനിക്കൊന്ന് മൂന്നാറിലായിട്ടുള്ള സമയത്താറ്റം എനിക്കൊരു നമ്മുടെ ഈ ബോട്ടിലിൻ്റെയൊക്കെ ക്യാപ്പിൽ നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കില്ല, അതിൽ ഒഴിച്ചാൽ തന്നെ അവൻ ഫിറ്റാണ്. അപ്പോൾ അങ്ങനെയുള്ള അല്ല, അതൊക്കെ നമ്മൾ വെറുതെ തമാശക്കെന്ന് പറഞ്ഞു. അവൻ്റെ സിനിമ ഓടുക എന്നുള്ളതൊക്കെ അവനൊക്കെ നമ്മുടെ കൂടെ നമ്മളൊക്കെ ഒരുമിച്ച് വന്നതല്ലേ. അപ്പോൾ പിന്നെ അവൻ്റെ സിനിമ ഓടുക എന്നുള്ളത് ഏറ്റവും വലിയ സന്തോഷമല്ലേ നമ്മുടെ ലൈഫിൽ. ഫാമിലി സ്റ്റാർ എന്നാണ് ഇപ്പോൾ പുള്ളി അറിയപ്പെടുന്നത്. അവൻ തന്നെ വിളിക്കുന്നത് രാജേട്ടൻ വരെ അങ്ങനെ ആണോ? നല്ല കാര്യമല്ലേ? ചേട്ടൻ രാജേട്ടന്റെ ഒരു കടുത്ത ആരാധകനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ബേസിലേട്ടൻ ത്രൂ ഔട്ട് രാജേട്ടനായിട്ടാണ് പടത്തിലും ചെയ്തിരുന്നത്. അപ്പൊ അത് കണ്ടപ്പോ എന്താ അസൂയാണോ തോന്നി? എന്താണ്? അയ്യോ ഇല്ലല്ല, ഞാൻ രാജേട്ടനോട്ടിച്ച് സംവിധാനം ചെയ്യുമല്ലോ, അപ്പൊ പിന്നെ പ്രശ്നം ഡാലിയല്ലോ. അതേപോലെ ഇപ്പം കഴിഞ്ഞിടയ്ക്ക് അഞ്ജലി മേനോൻ ഒരു സ്റ്റേറ്റ്മെന്റ് ഷെയർ ചെയ്തു, മലയാള സിനിമയിലെ നടിമാർ എവിടെയുണ്ട്. അതായത് ഇപ്പൊ റീസെന്റ് ഹിറ്റ് ആയിട്ടുള്ള സിനിമകൾ നോക്കിക്കഴിഞ്ഞാൽ ഫീമെയിൽ ക്യാരക്ടേഴ്സ് ഇല്ലാത്ത സിനിമകളും ഒരുപാട്. ഇപ്പം ആവേശം നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ മഞ്ഞൾ ബോയ്സൊക്കെ ആണെങ്കിലും ലേഡി ക്യാരക്ടേഴ്സ് ഇല്ല. അല്ലെങ്കിൽ അഞ്ജലി മേനോനെ പോലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറക്ടർ അത്തരത്തിലുള്ളൊരു സ്റ്റേറ്റ്മെന്റ് മുന്നോട്ട് വെക്കുമ്പോൾ അതിനെത്രത്തോളം ഇമ്പോർട്ടൻ്റ് ഉള്ളതായിട്ടാണ് തോന്നുന്നത്? അല്ല, അങ്ങനെ അത്തരത്തിൽ ഇമ്പോർട്ടൻസ്, കാരണം ഒരു കഥയ്ക്ക് ആവശ്യമുള്ളതായിട്ടുള്ള ക്യാരക്ടേഴ്സ്. ഇപ്പോൾ ഇതിൽ സിനിമയിൽ എത്ര ലേഡി ക്യാരക്ടേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ വർഷങ്ങൾക്ക് ശേഷത്തിൽ എത്ര പേരുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ആവേശത്തിലില്ല മഞ്ഞുമൽ ബോയ്സിലില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം മലയാള സിനിമയിൽ ഇവരൊക്കെ വെറുതെ ഇരിക്കുകയാണോ? അല്ലല്ലോ, അങ്ങനെയൊന്നുമല്ലല്ലോ. ഫീമെയിൽ ലൈക്ക് ഇവിടെ എത്ര ഫീമെയിൽ ഓറിയൻറ്റഡ് സിനിമകൾ ഉണ്ട്. ഇപ്പോൾ എനിക്കൊന്ന് ക്യാൻസൽ ഇവർ ചെയ്ത സിനിമയിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ദിവ്യപ്രഭയും ഇവരൊക്കെ കനിയൊക്കെ പോയ ഇതിനകത്ത് അവർക്ക് അവിടെ അവാർഡ് കിട്ടി. അത് ഒരു ഫീമെയിൽ സെൻട്രിക് സിനിമയല്ലേ, അല്ലേ? ഫീമെയിൽ ഓറിയൻറ്റഡ് അല്ലെങ്കിൽ ഫീമെയിൽ ക്യാരക്ടേഴ്സ്. ഞാൻ സിനിമയുടെ കഥ എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ സിനിമകളില്ല എന്ന് പറയുന്നില്ല, അത്തരത്തിലുള്ള കഥകൾ ഒരു കഥക്ക് ഡിമാൻഡ് ചെയ്യുന്ന പോലെയല്ലേ. അല്ലാണ്ട് ഇവരെ സ്ത്രീകളെ മൊത്തത്തിൽ അങ്ങ് മാറ്റി വെച്ചേക്കാന്ന് പറഞ്ഞിട്ട് സിനിമ ചെയ്യുന്നില്ല. അൾട്ടിമേറ്റ്ലി സിനിമ ഓടണമെങ്കിൽ ഫീമെയിൽ പ്രസൻസ്. ഇപ്പോൾ നമ്മൾ റൊമാൻറ്റിക് സിനിമ ചെയ്യുമ്പോൾ സ്ത്രീകളെ മാറ്റി വെക്കാൻ പറ്റില്ലല്ലോ. സ്വാഭാവികമായിട്ടും പ്രണയ സിനിമകൾ, റോം കോം. ഇപ്പം ഞാൻ ആദ്യം ചെയ്ത സിനിമ ലവ് ആക്ഷൻ ഡ്രാമ ഡയറക്റ്റ് ചെയ്തപ്പോൾ എനിക്ക് നിവിനെ കൊണ്ട് വേറെ അല്ല, സ്വാഭാവികമായിട്ടും അത്തരം സിനിമകൾ വരുമ്പോൾ ഫീമെയിൽ ക്യാരക്ടേഴ്സ് ഡിമാൻഡ് ചെയ്യുന്ന കഥകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും വന്നല്ലേ പറ്റൂ. അതുകൊണ്ട് ഇല്ല, ആ രീതിയിലായിരിക്കില്ല അവരുടെ സ്റ്റേറ്റ്മെന്റ് എന്നായിരിക്കും എനിക്ക് തോന്നുന്നത്. ആണോ? കാരണം മേ ബി ഫീമെയിൽ ഓറിയന്റഡ് ആയിട്ടുള്ള സിനിമകൾ കുറഞ്ഞു കാണും, അല്ലെങ്കിൽ ഫീമെയിൽ സെൻട്രിക് ആയിട്ടുള്ള സിനിമകൾ കമ്പാരിറ്റീവ്ലി കുറഞ്ഞു കാണാം. അതുകൊണ്ട് ചിലപ്പോൾ അതായി കാണുന്നതായിരിക്കും. അല്ലാണ്ട് എനിക്കങ്ങനെ മലയാള സിനിമയിൽ അങ്ങനെ സ്ത്രീ സാന്നിധ്യം കുറഞ്ഞു പോയെന്നോ അല്ലെങ്കിൽ അവരെവിടെയെന്ന്. കാരണം അവരുടെ എല്ലാവരും മിക്ക ആക്ടേഴ്സും അല്ല മിക്ക ആക്ട്രസസുമാരും ഡേറ്റ് പോലും ഇല്ലാത്ത അവസ്ഥയാണ് ഇപ്പോഴാണ്. എനിക്കതെങ്ങനെ അറിയാം? അയ്യോ, അങ്ങനെ ഒരിക്കലും എനിക്കറിയില്ല എന്തുകൊണ്ട് അവർക്ക് സിനിമയില്ലാന്ന് ഞാനിങ്ങനെ പറയാം. ആ, നല്ല ഫീലിംഗ്. അത്യാവശ്യം നല്ല പ്രാധാന്യമുണ്ട്. അത് പറയില്ല. അല്ല, ഞാൻ അങ്ങനെ ഒരു ആക്ടറിലോട്ട് എത്തിപ്പെട്ടിട്ടില്ല. ഇപ്പം നമ്മളിങ്ങനെ എന്തായാലും നിവിനല്ല കേട്ടോ ആലോചന.